നമസ്കാരം. പ്രധാന വാർത്തകൾ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച് മോശം പരാമർശം നടത്തിയത് രാഷ്ട്രീയ മുതലെടുപ്പിനെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. CPM കേന്ദ്ര കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ പാർട്ടിയിലെ കരുത്തുറ്റ വനിതയായി മാറുകയാണ് കടമ്പഴിപ്പുറം സ്വദേശി KS സലീഖ. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കല്ലടിക്കോട് സത്രങ്കാവ് പാലത്തിൽ നടന്ന അപകടത്തിൽ മരിച്ച ആസിഫിന്റെ മൃതദേഹം ഖബറടക്കി. മണ്ണാർക്കാട് പെരുമ്പടാരി ഗോവിന്ദപുരത്ത് വീടുകളിലേക്ക് മഴവെള്ളം ഒഴുകുന്നത് തടയാൻ നടപടി സ്വീകരിക്കാത്തതിനെതിരെ താലൂക്ക് വികസന സമിതിയിൽ രൂക്ഷ വിമർശനം. ഒറ്റപ്പാലത്ത് മാരക മയക്കുമരുന്നായ മെത്താഫിറ്റമിനുമായി യുവാവ് പിടിയിൽ. വാർത്തകളിലേക്ക് വിശദമായി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച് മോശമായി പരാമർശം നടത്തിയത് ശ്രദ്ധ നേടാനും രാഷ്ട്രീയ മുതലെടുപ്പിനും വേണ്ടിയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി MLA. വഖഫ് ബില്ലിനെ എതിർക്കുമെന്നും സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും മുനമ്പത്തെ പ്രശ്നം കേരളത്തിൽ തന്നെ പരിഹരിക്കാൻ സാധിക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ മലപ്പുറം വിരുദ്ധ പരാമർശത്തിന് ഒരു പൂച്ചയുടെ പിന്തുണ പോലും കിട്ടിയിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പരിഹസിച്ചു. ശ്രദ്ധ നേടാനും രാഷ്ട്രീയ മുതലെടുപ്പിനും വേണ്ടിയാണ് ഈ പ്രസ്താവന നടത്തിയത്. ഇത് കേരളത്തിൽ വില പോകില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ആ പ്രസ്താവന ഇന്നലെ വന്നതിന് ശേഷം ഒരു പൂച്ചക്കുട്ടിയുടെ പിന്തുണ അതിന് കിട്ടിയോ? ആരും അതിനെ പിന്തുണച്ചോ നല്ല അഭിപ്രായം പറയുകയോ ചെയ്തില്ലല്ലോ. അത് മാത്രമല്ല, കേരളമല്ലേ ഇത്. കേരളത്തിൽ ഇത്തരം പ്രസ്താവനകളൊക്കെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി നടത്തുന്നതാണ്. അറ്റൻഷൻ കിട്ടാൻ വേണ്ടി, ന്യൂസിനൊക്കെ വേണ്ടിയിട്ട്, പൊളിറ്റിക്കൽ മുതലെടുപ്പിന് ഇത് ഉതകും എന്നൊക്കെ കരുതി പാവം ഇങ്ങനത്തെ പ്രസ്താവന ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അവരറിയുന്നില്ല അവർക്ക് ഇത് കേരളമാണ്, കേരളത്തിലുള്ള എന്തിനേയും പോവുകയുള്ളൂ. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ വന്ന് മത്സരിച്ചല്ലോ. മലപ്പുറം ജില്ല ഉൾക്കൊള്ളുന്ന 3 മണ്ഡലം ഉൾക്കൊള്ളുന്ന വയനാട് മത്സരിച്ചല്ലോ. ഇവിടുന്ന് കിട്ടിയ വോട്ട് എത്ര? നോട്ടൊക്കെ കിട്ടിയ അത്ര വോട്ടില്ല. ഇവരൊക്കെ പിന്തുണ അത്ര ഉണ്ട് ഇവിടെ. ഈ പറഞ്ഞ മലപ്പുറം ജില്ലയിൽ നിന്ന് അവർക്ക് എത്ര വോട്ട് കിട്ടി? വളരെ കുറച്ച്, നാമമാത്രമായ വോട്ട്. ഇതാണ് ഇവരൊക്കെ പിന്തുണ. ഇവരങ്ങോട്ട് പ്രസ്താവന ഇറക്കിയാൽ അവിടെ ഭൂമി കുലുങ്ങുമെന്ന് അവർ വിചാരിക്കല്ലേ. അത് ചർച്ചയാക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതി. ചെലവില്ലാതെ നടത്തിയ മോശമായ വൃത്തികെട്ട പ്രസ്താവനയാണിത്. ഇത്തരം പ്രസ്താവനകൾ സമൂഹം തള്ളിക്കളഞ്ഞെന്നും മാധ്യമങ്ങൾ ചർച്ചക്കെടുക്കേണ്ടതില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. അതായത് ചർച്ചയാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇത്രയും വൃത്തികെട്ട, ഇത്രയും നിലവാരം കുറഞ്ഞ പ്രസ്താവനകൾ മുഖ്യ മാധ്യമങ്ങളും ബാക്കിയുള്ളവരൊക്കെ ചർച്ച ആക്കുന്നതിനോട് തന്നെ എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ദി ലെസ് വി ടോക്ക് ദി ബെറ്റർ. അതിനെക്കുറിച്ച് ഏറ്റവും കുറച്ച് പറയുന്നതാണ് നല്ലത്. ഇതാരെങ്കിലുമൊക്കെ പോകുമല്ലോ. കാരണം ഇത്തരം പ്രസ്താവന സമൂഹത്തിന് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ലീഗൽ നടപടിയായിട്ട് മുന്നോട്ട് പോകും. സ്വാഭാവികമാണ്. ഞാൻ കേസ് എടുക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞാൽ അതിനൊരു ന്യൂസ് വാല്യൂ കിട്ടും. അത് വേണ്ട. അല്ലാതെ തന്നെ നോക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇത്ര വൃത്തികെട്ട സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ സമൂഹം മൊത്തത്തിൽ പ്രതികരിക്കും. വഖഫ് ബില്ലിനെ മുസ്ലിം ലീഗ് ശക്തമായി എതിർക്കും. ഇക്കാര്യത്തിൽ ഇന്ത്യ മുന്നണി ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. സുപ്രീം കോടതിയിൽ നിയമപരമായി ചോദ്യം ചെയ്യും. മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ കേരളത്തിൽ തന്നെ സാധിക്കും. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് പിന്തുണ നൽകുമെന്നും PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. വഖഫ് ബില്ല് ഒരു മൈനോറിറ്റി റൈറ്റിൻ്റെ പ്രശ്നമാണ്. അതുപോലെ തന്നെ അത് ഒരു ഓൾ ഇന്ത്യ ഇഷ്യൂ ആണ്. അതുകൊണ്ട് വഖഫ് ബിൽ അമെൻമെൻറ്റിനെ അതിശക്തമായി തന്നെ ഞങ്ങൾ എതിർക്കും. ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളുടെയും സ്റ്റാൻഡ് അത് തന്നെയാണ്. അതിനകത്ത് യാതൊരുവിധ വിട്ടുവീഴ്ചയില്ല. അപ്പോൾ പാർലമെൻറ്റ് ഭൂരിപക്ഷപ്രകാരം ഇത്തരം നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ പിന്നെ കരണീയമായിട്ടുള്ളത് അതിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. ഭരണഘടനാപരമായി ആ പ്രൊവിഷൻ ഉള്ളതുകൊണ്ട് രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല വക്കീലിനെ വെച്ച് ഏറ്റവും നല്ല നിലയിൽ തന്നെ ഞങ്ങൾ ഈ അമെൻമെൻറ്റിനെ ചോദ്യം ചെയ്യും. മുനമ്പത്തെ പ്രശ്നത്തെക്കുറിച്ചാണ് ചോദിക്കാനുള്ളതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ ഇവിടെ തന്നെ സാധിക്കും എന്നുള്ളത്. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ
നാളെ പിന്നെ അത് സംബന്ധിച്ചുള്ള കേസ് ഹൈക്കോടതിയിൽ വരിക, ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പിൽ വരിക. ഗവൺമെൻറ് തന്നെ പറഞ്ഞല്ലോ, കേരള ഗവൺമെൻറ്റിന് അധികാരമുണ്ട്, ഞങ്ങൾ പരിഹരിച്ചോളാന്നാണല്ലോ കോടതിയിൽ ഇപ്പോൾ ഗവൺമെൻറ് വാദിച്ചത്. ഈ നാളെ വാദിക്കാൻ പോകണം. അതാണ് സ്വാഭാവികമായി വന്ന സിംഗിൾ ബെഞ്ചിൻ്റെ സ്റ്റേ വിധിക്ക് ഒരു പക്ഷേ സ്റ്റേ ചെയ്യപ്പെടും. നാളെ സാധ്യതയുണ്ട്, നല്ല സാധ്യതയുണ്ട്, സ്റ്റേ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വക്കീൽമാരൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വിഷയം കേരള ഗവൺമെൻറ്റിന് തന്നെ പരിഹരിക്കാൻ കഴിയും, ഒരു സംശയവുമില്ല. ഞങ്ങൾ അതിന് വേണ്ട പിന്തുണ കൊടുക്കുക എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. മുനമ്പം പ്രശ്നം രമ്യമായി പരിഹരിക്കുന്ന കാര്യത്തിൽ നമ്മുടെ സ്റ്റാൻഡിൽ ഒരു വ്യത്യാസവുമില്ല. അതിലെല്ലാവിധ സഹകരണം ഗവൺമെൻറ്റിന് കൊടുക്കും, കേരള ഗവൺമെൻറ്റിന് കൊടുക്കും. CPM കേന്ദ്ര കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ പാർട്ടിയിലെ കരുത്തുറ്റ വനിതയായി മാറുകയാണ് KS അലീഖ. കടമ്പഴിപ്പുറം സ്വദേശിയായ KS അലീഖ ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ കടമ്പഴിപ്പുറം ടൗൺ ബ്രാഞ്ച് അംഗമായി 1991 പാർട്ടി പ്രവർത്തന രംഗത്തിറങ്ങുന്നത്. 12ാം നിയമസഭയിൽ ശ്രീകൃഷ്ണപുരത്തെയും 13ാം നിയമസഭയിൽ ഷൊർണൂരിനെയും പ്രതിനിധീകരിച്ച് MLA ആയി. KS അലീഖ CPM കേന്ദ്ര കമ്മിറ്റിയിൽ തികച്ചും യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്നും പൊതുപ്രവർത്തന രംഗത്തിറങ്ങുകയും സമരോത്സുകമായ ജീവിതത്തിലൂടെ കരുത്തുറ്റ വനിതയായി മാറുകയും ചെയ്ത വ്യക്തിത്വവുമാണ് 64-കാരിയായ അവർ. 1995 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി. പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. 2002 പാർട്ടിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായി. 2022 മുതൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. 12ാം കേരള നിയമസഭയിൽ ശ്രീകൃഷ്ണപുരത്തെയും 13ാം സഭയിൽ ഷൊർണൂരിനെയും പ്രതിനിധീകരിച്ചുകൊണ്ട് MLA ആയി. നിലവിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗമായ KS അലീഖ CPM കേന്ദ്ര കമ്മിറ്റിയിലെത്തുന്നത് ജില്ലയിൽ നിന്നുള്ള AK ബാലൻ ഒഴിവായ സാഹചര്യത്തിൽ കൂടിയാണ്. 2001-2010 കാലയളവിൽ മഹിളാ അസോസിയേഷൻ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായിരുന്നു അവർ. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം, ഒറ്റപ്പാലം താലൂക്ക് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഡയറക്ടർ, സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ, കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലം പഴയ ലക്കിടി കോരങ്ങത്ത് വീട്ടിൽ സൈദാലി ഖദീജ ദമ്പതികളുടെ മകളാണ് സലീഖ. ഭർത്താവ് പരേതനായ AK കുഞ്ഞുമോൻ കടമ്പഴിപ്പുറം പ്രദേശത്തെ പ്രധാന പാർട്ടി നേതാവായിരുന്നു. നിഷാദ്, ഷമീന എന്നിവർ മക്കളാണ്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കല്ലടിക്കോട് സത്രങ്കാവ് പാലത്തിൽ അപകടത്തിൽപ്പെട്ടത് 2 കാറുകളും സ്കൂട്ടറും. അപകടത്തിൽ മരിച്ച ബൈക്ക് യാത്രക്കാരനായ മുണ്ടൂർ പന്നിയമ്പാടം പുത്തൻപീടിയേക്കൽ വീട്ടിൽ ആസിഫിന്റെ മൃതദേഹം ഖബറടക്കി. 18 വയസ്സായിരുന്നു ആസിഫിന്. ശനിയാഴ്ച ഉച്ചയ്ക്കാണ് കല്ലടിക്കോട് അപകടം നടന്നത്. ഗുരുതരമായി പരിക്കേറ്റ ആസിഫിനെ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് വടക്കാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ മരണത്തിന് കീഴടങ്ങി. പാലക്കാട് നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡിൽ വട്ടം കറങ്ങിയതോടെ പാലക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടർ ഇടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ ആസിഫ് സഞ്ചരിച്ച സ്കൂട്ടർ തെറിച്ച് തൊട്ടുപുറകിൽ വരികയായിരുന്ന മറ്റൊരു കാറിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. ഇടിച്ച കാറിന്റെ മുൻവശവും പുറകിൽ വന്ന കാറിന്റെ മുൻവശവും തകർന്നു. കാർ യാത്രക്കാരായ 2 പേർക്ക് നിസ്സാര പരിക്കേറ്റു. കോങ്ങാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മണ്ണാർക്കാട് പെരുമ്പടാരി ഗോവിന്ദപുരത്ത് വീടുകളിലേക്ക് മഴവെള്ളം ഒഴുകുന്നത് തടയാൻ നടപടി സ്വീകരിക്കാത്തതിനെതിരെ താലൂക്ക് വികസന സമിതിയിൽ രൂക്ഷ വിമർശനം. അടിയന്തര നടപടി വേണമെന്ന് താലൂക്ക് വികസന സമിതി. മഴ പെയ്താൽ വീടുകളിൽ കയറി താമസിക്കാൻ നിർവാഹമില്ല. കിണറുകളിൽ മലിനജലം നിറഞ്ഞ് വെള്ളം കുടിയും മുട്ടുന്ന സ്ഥിതിയാണ്. പട്ടികജാതി വകുപ്പ് നൽകിയ സ്ഥലത്ത് വീട് നിർമ്മിച്ചവരാണ് 1 പതിറ്റാണ്ടായി ഈ ദുരിതം അനുഭവിക്കുന്നത്. മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിന്റെ പിൻവശത്തെ വീടുകളിലാണ് വെള്ളക്കെട്ട്. കോളേജിൽ നിന്നുള്ള വെള്ളം പൂർണ്ണമായും ഇവരുടെ സ്ഥലത്തേക്കാണ് ഒഴുകുന്നത്. മന്ത്രി K കൃഷ്ണൻകുട്ടിയും ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ ഇടപെട്ടിരുന്നെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായില്ല. താലൂക്ക് വികസന സമിതി അംഗം ബാലൻ പൊറ്റശ്ശേരിയാണ് വിഷയം അവതരിപ്പിച്ചത്. സാധാരണക്കാരായ ഇവരുടെ പ്രശ്നത്തിന് എന്ന് പരിഹാരം കാണുമെന്ന് അംഗം ചോദിച്ചു. വ്യക്തമായിട്ട് യൂണിവേഴ്സൽ കോളേജ് അങ്ങനെ എന്തോ ആണത്. കാരണം ഞാനത് പറഞ്ഞിട്ടില്ലെങ്കിലും അത് യൂണിവേഴ്സൽ കോളേജാണ്. ആരുടെ ആവട്ടെ, അതിന്റെ ലീഡർഷിപ്പ് ആരുടെ കയ്യിലാണ് എന്നല്ല, ആ സ്ഥാപനം ഏത് എന്നതിനേക്കാൾ ഉപരി
പാവപ്പെട്ട ജനങ്ങൾക്ക് അതിൽ ഗുണം കിട്ടണം. അത് എന്തുകൊണ്ടാണ് കിട്ടാത്തത്, എന്തുകൊണ്ടാണ് മുനിസിപ്പാലിറ്റി അതിന് വേണ്ട രീതിയിൽ തീരുമാനം എടുക്കാത്തതെന്ന് അറിയാൻ. കാരണം നമുക്കത് വലിയ നാണക്കേട്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങൾ പൊതുപ്രവർത്തകരാണ്. കാരണം ഇവിടെ അദാലത്തൊക്കെ വരുമ്പോൾ ജനങ്ങൾ, പാവപ്പെട്ടവൻ വലിയ ആകാംക്ഷയോടുകൂടെ ഞങ്ങളുടെ കാര്യങ്ങൾ നടപ്പിലാവുമെന്ന് പറഞ്ഞ് കുട്ടികളെ കുടുംബടക്കം അവിടെ വന്ന് മന്ത്രിമാർ, 2 മന്ത്രിമാർ, ഒരു MLA, 2 MP ഇതിനെയൊക്കെ മുമ്പിൽ വെച്ച് വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങളെ കാര്യം നാളെ നടക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് പോലും അതൊക്കെ ഒരു പ്രഹസനമായി മാറി. കഷ്ടപ്പെട്ട് കരഞ്ഞു. അതിൻ്റെ പുറമെ അദാലത്തിൽ വന്നിട്ട് അവിടെ പറഞ്ഞു, ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി മന്ത്രി, ഞാനുണ്ടായിരുന്നു, അദ്ദേഹം വന്ന് പറഞ്ഞ സമയത്ത് ഉടനെ തന്നെ തീരുമാനം എടുക്കണമെന്ന് ഈ സെക്രട്ടറിയോട് പറഞ്ഞു. അത് നടന്നില്ല. കലക്ടർ ഉണ്ടായിരുന്നു, അവരോട് പറഞ്ഞു. MLA മാർ 2 പേരുണ്ടായിരുന്നു, ഇവരൊക്കെ കൂടി തീരുമാനം എടുത്താണ് ഉടനെ മാറ്റിക്കൊടുക്കുക എന്ന് പറഞ്ഞാണ്. എന്തുകൊണ്ടാണ് അത് ഉദാസീനത കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവില്ല. പത്രക്കാരൊക്കെ അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ, കാരണം ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ, കാരണം എടുത്തു പറയാതെ വയ്യ, മനോരമയൊക്കെ വളരെയധികം അതിൽ താല്പര്യമെടുത്ത് അവരതിന് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ആ കുടുംബങ്ങൾ വളരെ ദരിദ്രരായതുകൊണ്ടാണോ അവർക്ക് നിയമം നിഷേധിക്കപ്പെടുന്നത്, അതോ പ്രതിഭാഗത്ത് സമ്പന്നരോ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമുള്ളവരായതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. അത് കഴിഞ്ഞ നഗരസഭയുടെ പ്രതിനിധി യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതിനാൽ ഇതുവരെ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് അറിയാനായില്ല. തുടർന്ന് ഇക്കാര്യത്തിൽ പ്രമേയം പാസാക്കി ബന്ധപ്പെട്ടവർക്ക് അയക്കാൻ യോഗം തീരുമാനിച്ചു. ജല അതോറിറ്റി പൊളിക്കുന്ന റോഡ് കോൺക്രീറ്റ് ചെയ്ത് പഴയതുപോലെയാക്കാൻ വൈകുന്നത് എന്തുകൊണ്ടാണെന്ന് അംഗം സന്തോഷ് കാഞ്ഞിരംപാറ ചോദിച്ചു. തടസ്സം എന്താണെന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടു. വർക്ക് ഓർഡർ നൽകരുതെന്ന് നിർദ്ദേശമുണ്ടെന്ന് ജല അതോറിറ്റി പ്രതിനിധി പറഞ്ഞു. ചന്തപ്പടി കല്ലടി റോഡിൽ പൈപ്പ് പൊട്ടിയത് നന്നാക്കുന്നില്ലെന്ന് സദക്കത്തുള്ള പടലത്ത് പറഞ്ഞു. മുതിർന്ന അംഗം A. ഉണ്ണീൻ അധ്യക്ഷത വഹിച്ചു. തഹസിൽദാർ PP സീന, ഡെപ്യൂട്ടി തഹസിൽദാർ അബ്ദുറഹ്മാൻ പോത്തുകാടൻ എന്നിവർ താലൂക്ക് സഭയിൽ പങ്കെടുത്തു. ഒറ്റപ്പാലത്ത് മാരക മയക്കുമരുന്നായ മെത്താഫിറ്റമിനുമായി യുവാവ് പിടിയിലായി. ഒറ്റപ്പാലം വരോട് കോലോത്തുപറമ്പിൽ 23-കാരനായ മുഹമ്മദ് ഫവാസാണ് പിടിയിലായത്. ഞായറാഴ്ച പുലർച്ചെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി പുറത്തേക്ക് കടക്കുന്നതിനിടെയാണ് ഫവാസ് പോലീസ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലാകുന്നത്. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട സംശയം തോന്നിയതിനെ തുടർന്ന് യുവാവിനെ ഡാൻസ് ഓഫ് സംഘം തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുകയായിരുന്നു. പിന്നീട് നടത്തിയ വിശദമായ ദേഹപരിശോധനയിലാണ് മാരക മയക്കുമരുന്നായ മെത്താഫിറ്റമിൻ ഇയാളുടെ അടിവസ്ത്രത്തിൽ നിന്നും കണ്ടെത്തിയത്. 9.72 ഗ്രാം മെത്താഫിറ്റമിനാണ് യുവാവിൽ നിന്ന് പിടികൂടിയത്. ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ഒരു മൊബൈൽ ഫോണും ATM കാർഡും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതി ബാംഗ്ലൂരിൽ നിന്നാണ് മയക്കുമരുന്ന് കൊണ്ടുവന്നത് എന്നാണ് പോലീസിനോട് മൊഴി നൽകിയത്. പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലത്ത് ട്രെയിനിൽ നിന്നും ചാടിയിറങ്ങിയ യുവതിക്ക് ഗുരുതര പരിക്ക്. വയനാട് സ്വദേശിയായ കാർത്തികയ്ക്കാണ് പരിക്കേറ്റത്. കോഴിക്കോട് നിന്നും ഒറ്റപ്പാലത്തേക്കുള്ള യാത്രയ്ക്കിടെ ട്രെയിൻ സ്റ്റേഷനിലെത്തിയതറിയാതെ കാർത്തിക ഉറക്കത്തിൽപ്പെടുകയായിരുന്നു. ഉടനെ ചാടിയിറങ്ങിയ കാർത്തിക പ്ലാറ്റ്ഫോമിൽ തലയിടിച്ചു വീണു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഞായറാഴ്ച രാവിലെ 10:30 അപകടം നടക്കുന്നത്. ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കാർത്തിക. വാണിയംകുളം കോതയൂരിൽ ബൈക്ക് യാത്രികനായ യുവാവിന്റെ മരണത്തിനിടയാക്കിയ വാഹനം പോലീസ് കണ്ടെത്തി. മലപ്പുറം സ്വദേശിയുടെ ലോറിയാണ് പിടികൂടിയത്. മാർച്ച് 22-നാണ് അജ്ഞാത വാഹനം തട്ടി പത്തംകുളം സ്വദേശിയായ ബൈക്ക് യാത്രികൻ മരിച്ചത്. നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ലോറി പിടിയിലായത്. സൈഡിൽ നീല ലൈറ്റുകൾ പിടിപ്പിച്ച ലോറിയെക്കുറിച്ച് പോലീസിന് കഴിഞ്ഞ ദിവസം സൂചന ലഭിച്ചിരുന്നു. ലോറി കണ്ടെത്തുന്നതിനായി നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങൾ വാർത്താമാധ്യമങ്ങളിൽ നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ലോറി കണ്ടെത്തിയത്. മാർച്ച് 22-നാണ് പുലർച്ചെ കോതയൂരിൽ വെച്ച് പത്തംകുളം സ്വദേശിയായ ബൈക്ക് യാത്രക്കാരൻ രഞ്ജിത്ത് അപകടത്തിൽ മരിച്ചത്. SI M സുനിലിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടന്നത്. പട്ടാമ്പി മണ്ഡലത്തിൽ എല്ലാവർക്കും ഭൂമിയും വീടും ഭൂമിക്ക് രേഖയും ഉറപ്പാക്കുന്നതിന് പട്ടയ അസംബ്ലി സംഘടിപ്പിച്ചു. പട്ടയം ലഭ്യമാക്കുന്നതിനുള്ള സത്വര നടപടികൾ സ്വീകരിക്കുന്നതിനും തീരുമാനമായി.
മണ്ഡലത്തിലെ എല്ലാവർക്കും ഭൂമിയും വീടും അർഹതയുള്ളവർക്ക് പട്ടയവും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് മുന്നോടിയായാണ് പട്ടാമ്പി നിയോജകമണ്ഡലം തല പട്ടയ അസംബ്ലി ചേർന്നത്. പട്ടാമ്പി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പട്ടയ അസംബ്ലി മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്വന്തമായി ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും വീടില്ലാത്തവർക്ക് വീടും നൽകുക എന്ന സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായി നിയോജകമണ്ഡലത്തിലെ എല്ലാവർക്കും സ്വന്തമായി ഭൂമിയും വീടും ഉറപ്പാക്കുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. അതോടൊപ്പം തന്നെ ലാൻഡ് ട്രൈബ്യൂണൽ പട്ടാമ്പിയിലും അതുപോലെ ഒറ്റപ്പാലത്തും ആയിട്ട് പട്ടാമ്പി താലൂക്കിൽ 4973 പട്ടയങ്ങൾ ഈ കുറഞ്ഞ കാലം കൊണ്ട് നമുക്ക് 2020 ശേഷം ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2016 പട്ടയത്തിന് ഒരു അപേക്ഷ അന്ന് ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് 2007 ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങളാണ് അവിടെ എടുത്തിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും വർഷങ്ങൾ പുറകിലായിരുന്നു അപേക്ഷകൾ കെട്ടിക്കിടന്ന് അത് പടിപടിയായി ലാൻഡ് ട്രൈബ്യൂണലിൽ പ്രത്യേക സംവിധാനങ്ങൾ വന്ന് പടിപടിയായി അതിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട് ഇപ്പോൾ താരതമ്യേന മാസങ്ങൾ കൊണ്ട് അതൊരു വർഷമായി കുറഞ്ഞു. അപേക്ഷ കൊടുത്തൊരു വർഷം ഇപ്പോൾ താരതമ്യേന വളരെ വേഗത്തിൽ തന്നെ ലഭ്യമാക്കുന്ന അവസ്ഥയുണ്ട്. അതിൽ 1-2 കേസുകൾ നമ്മൾ ദേവസ്വം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പട്ടയങ്ങൾ മാത്രമാണ് ലാൻഡ് ട്രൈബ്യൂണൽ കുറച്ച് സമയം എടുക്കുന്ന അതിൻ്റെ അനുമതി അതിൻ്റെ LOCയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് സമയം എടുക്കുന്നത്. മാത്രമല്ല 4 സെന്റ് പട്ടയം അടക്കമുള്ള പട്ടയങ്ങൾ നമ്മുടെ വളരെ വേഗത്തിൽ ഗ്രാമപഞ്ചായത്തുകൾ തീരുമാനമെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ചെയ്യുകയും നിരവധി മനുഷ്യർക്ക് നമ്മുടെ പ്രദേശങ്ങളിൽ അവരുടെ ഭൂമിയുടെ അവകാശികളായി മാറിയ ഏറ്റവും നല്ല നിമിഷമാണ്. 40 ഓരോ വാർഡിലെയും പട്ടയം ലഭിക്കാൻ അർഹതയുള്ളവരുടെ വിവരം ശേഖരിക്കുന്നതിനും അവർക്ക് പട്ടയം ലഭിക്കുന്നതിനുമുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി എത്രയും വേഗം അവർക്ക് പട്ടയം ലഭിക്കുന്നതിനുള്ള സത്വര നടപടികൾ സ്വീകരിക്കുന്നതിനും തീരുമാനമായി. മുനിസിപ്പൽ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, സെക്രട്ടറിമാർ, വില്ലേജ് ഓഫീസർമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. വള്ളുവനാടൻ ഉത്സവവേദികളിൽ വേനൽ ചൂടിനെ മറികടന്നുള്ള ആരവമാണ് ചവിട്ടുകളിയുടേത്. അന്നും ഇന്നും പൂരപ്പറമ്പിൽ ചവിട്ടുകളിയുണ്ടെങ്കിൽ പൂരത്തിന് ആളുകൂടും. ഉത്സവത്തിനല്ലാതെ ഒരു നാട് ഒന്നിച്ചു നടത്തിയ ചവിട്ടുകളി വിശേഷങ്ങൾ കാണാമിനി. തിരുവിഴാങ്കുന്ന് കാപ്പുപറമ്പിലായിരുന്നു ജനകീയ കൂട്ടായ്മ ചവിട്ടുകളി സംഘടിപ്പിച്ചത്. പാടത്ത് പണിയെടുക്കുന്ന അടിസ്ഥാനവർഗ ജനങ്ങളുടെ സർഗാത്മകതയുടെ തുറന്ന വേദിയാണ് ചവിട്ടുകളി. ഇന്നലെ തങ്ങൾ ഉഴുകയും വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്ത അതേ പാടങ്ങളിൽ തന്നെയാണ് പൂരത്തലേന്നും പിറ്റേന്നും ചവിട്ടുകളി നടത്തുന്നത് എന്നുള്ളതാണ് കളിയുടെ കാർഷിക ഭാഷ്യം. പൗരാണികതയും പാരമ്പര്യവും ഒന്നിക്കുന്ന ഈ കലാരൂപത്തിനെ കൃഷി ജോലി ചെയ്തു വന്നിരുന്ന സമുദായക്കാരാണ് പ്രചരിപ്പിച്ചിരുന്നത്. ഈ കലാരൂപത്തിനാണ് കാപ്പുപറമ്പിലെ ജനകീയ കൂട്ടായ്മ പുതിയൊരു വേദിയൊരുക്കിയത്. അന്യമായി കൊണ്ടിരിക്കുന്ന ചവിട്ടുകളി പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് കൂടി പകർന്നു നൽകണമെന്ന ഉദ്ദേശവും ഉണ്ടെന്ന് O. ചന്ദ്രൻ പറഞ്ഞു. പാരമ്പര്യമായിട്ട് പണ്ടത്തെ കാലത്തിലെ കാരണന്മാരായിട്ട് കൊണ്ടുനടന്നിരുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതെന്താ ഇപ്പം കൊണ്ടുനടക്കണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ മൺമറന്ന് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ചെറിയ ഐറ്റം കുട്ടികൾ ഒരുപാട് വളർന്നു വരുന്നുണ്ട്. ഓർക്കൊന്നും ഇത് അറിയില്ല. അപ്പോൾ ഇത് ഓർക്കും കൂടി ഒരു പ്രചോദനമാകാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ കളിക്കുന്നത്. കാപ്പുപറമ്പ് നൂണപ്പാടത്ത് മത്സരമായാണ് കളി സംഘടിപ്പിച്ചത്. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നായി 35 അംഗങ്ങൾ വീതമുള്ള 6 ടീമുകൾ പങ്കെടുത്തു. മത്സരമാണെങ്കിലും ജയവും തോൽവിയും ഇല്ലെന്ന് C. ശശി പറഞ്ഞു. 6 ടീമിന് 3 കളി വരിക. ഇത് കളിയിൽ പറഞ്ഞാൽ ജയമല്ല, പാട്ടിൽ മാത്രമേ ഉള്ളൂ മത്സരം. കളി കഴിയുമ്പോൾ ഈ 6 ടീം വിജയിച്ചിട്ടുണ്ടാവും. ട്രോഫി എല്ലാവർക്കും ഒരേമാതിരി ട്രോഫി, പിന്നെ ഡബിൾ തുണിയുണ്ട്. അത് ഒരു ടീമിന് 2 ആയിട്ടാണ് നമ്മളിത് കൊടുക്കാൻ കരുതിയിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി കാഴ്ചക്കാരാണ് എത്തിയത്. തുടർന്നുള്ള വർഷങ്ങളിൽ വിപുലമായ മത്സരം സംഘടിപ്പിക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികളായ O. ശിഹാബുദ്ദീൻ, C. വീരാൻകുട്ടി എന്നിവർ അറിയിച്ചു. ഇത് ഞങ്ങളും ഞങ്ങളെ നാട്ടുകാരും എല്ലാവരും സപ്പോർട്ടുണ്ട്. പിന്നെ എല്ലാ രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ടും എല്ലാ മതക്കാരുടെ സപ്പോർട്ടും പിന്നെ ഞങ്ങളൊക്കെ നല്ല സഹകരണവും എല്ലാ ഇതും ഞങ്ങൾ ഇതിഞ്ഞ് നിലനിർത്തി കൊണ്ടാകും. ഇവർക്ക് എല്ലാ പിന്തുണയും ഞങ്ങൾ കൊടുക്കും. ഇത് വിജയകരമായി നടന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം ഇതിപ്പോൾ സ്ഥലത്തിൽ ചെറിയ സൗകര്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ചെറിയ പരിമിതികളോടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയൊരു സ്ഥലത്തേക്ക് മാറ്റി വിപുലമായി അടുത്ത വർഷങ്ങളൊക്കെ വിപുലമായി നടത്താനാണ് ഈ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്.
കാപ്പുപറമ്പ്, നൂണപ്പാടം പ്രദേശങ്ങളിലെ എല്ലാ വിഭാഗം ആളുകളും ചേർന്നതാണ് ചവിട്ടുകളി ജനകീയ കൂട്ടായ്മ. തച്ചനാട്ടുകര, നെല്ലൂർപുള്ളി, വെട്ടത്തൂർ, കപ്പൂർ, അരക്കുപറമ്പ്, എടായിക്കൽ എന്നീ ടീമുകളാണ് പങ്കെടുത്തത്. സി രതീഷ്, സി രാജൻ, ഒ വെളുത്തക്കൻ, ഒ സുന്ദരൻ, ഒ സുരേഷ്, കെ രാജു, ഒ സന്ദീപ്, പി ശ്രീധരൻ, സി രാജു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അലനല്ലൂർ. ക്ഷീരകർഷകർക്ക് ഏറെ പ്രചോദനമാകുന്ന രീതിയിലാണ് മിൽമയുടെ പ്രവർത്തനമെന്ന് മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. മിൽമ കേരള ഫെഡറേഷൻ ചെയർമാൻ KS മണിക്ക് ഓങ്ങല്ലൂരിൽ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. പാൽ ഉൽപാദനത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതുണ്ടെന്ന് മിൽമ ചെയർമാൻ KS മണിയും പറഞ്ഞു. മിൽമ കേരള ഫെഡറേഷൻ ചെയർമാൻ KS മണി, ഫെഡറേഷൻ ഡയറക്ടർ കോരൻ ഓങ്ങല്ലൂർ, മിൽമ മലബാർ മേഖലാ ഡയറക്ടർമാരായ K ചെന്താമര, S അനോജ് എന്നിവർക്കാണ് കേരള കാർഷിക സംഘം, ഓങ്ങല്ലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം എന്നിവയുടെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂർ സെന്ററിൽ സ്വീകരണം നൽകിയത്. കൂടുതൽ ആത്മവിശ്വാസത്തോടെയാണ് സഹകരണ സംഘങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നും ക്ഷീര കർഷകർക്ക് ഏറെ പ്രചോദനമാകുന്ന രീതിയിലാണ് മിൽമയുടെ പ്രവർത്തനമെന്നും സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ക്ഷീര കർഷകരുടെ മട്ടല്ലായി പ്രവർത്തിക്കുമ്പോൾ തന്നെ സമൂഹത്തിന്റെ വിശ്വാസ്യത ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ മിൽമക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രസ്ഥാനം ഏറ്റവും അഭിമാനകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ ഘട്ടത്തിൽ അതിന്റെ ഭാരവാഹികളായിട്ട്, പ്രത്യേകിച്ച് അതിന്റെ ചെയർമാൻ, അതോടൊപ്പം തന്നെ അതിന്റെ മറ്റു ഡയറക്ടർമാരായിട്ടുമൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ ജില്ലയിൽ നിന്നുള്ള ആളുകൾ തെരഞ്ഞെടുക്കപ്പെടുകയും അത് ഈ പ്രദേശത്തിന് വലിയൊരു നേട്ടമായി മാറുകയും ചെയ്തിരിക്കുകയാണ്. മിൽമയുടെ ചെയർമാൻ ശ്രീ KS മണി, അദ്ദേഹം നമ്മുടെ പട്ടാമ്പിയിൽ വെച്ച് ക്ഷീരസംഗമം സംഘടിപ്പിക്കുന്ന സമയത്ത് സംസ്ഥാന തലത്തിലുള്ള ആദ്യത്തെ പരിപാടി പട്ടാമ്പിയിൽ വെച്ച് നമ്മൾ നടക്കുമ്പോൾ, പട്ടാമ്പിയിലെ ആദ്യത്തെ പരിപാടിയാണ്, അതിന്റെ സംഘാടകനായി നിന്നുകൊണ്ട് ആ പരിപാടിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ നിർദ്ദേശങ്ങളും നൽകുകയും വളരെ ആവേശത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാവും ചെയ്യുമ്പോഴാണ് എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ കൂടുതൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഈ മേഖലയിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരു ക്ഷീര കർഷകനായി നിന്നുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായി ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾ, അതിനു മുമ്പും അദ്ദേഹം മിൽമ ചെയർമാൻ KS മണി അടക്കമുള്ളവരെ ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ MLA ഉപഹാരം നൽകിയും പൊന്നാട അണിയിച്ചും ആദരിച്ചു. പാൽ ഉൽപാദനത്തിന്റെ കാര്യത്തിൽ കേരളം സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതുണ്ടെന്ന് മിൽമ ചെയർമാൻ KS മണി പറഞ്ഞു. ചടങ്ങിൽ PM വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. MM നാരായണൻ, C അച്യുതൻ, മാണിക്കൻ, U അജയകുമാർ, P നാരായണൻ, PP വിജയൻ, KT പുഷ്പലത, സജീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വീണ്ടും ഇടവേള. തിരികെ വാർത്തകളിലേക്ക്. തുവൂർ JSC ക്ലബിന്റെ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. സന്തോഷ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ തുടക്കം കുറിച്ച ടൂർണമെന്റ് കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ KT ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. തുവൂരിന്റെ കാൽപന്ത് കളിയുടെ മഹോത്സവത്തിന് പ്രൗഢോജ്വലമായി തുടക്കം കുറിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുക കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ JSC ക്ലബ്ബാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. കളിയോടാകണം ലഹരി, കളിക്കളമാകണം ചങ്ങാതി എന്ന സന്ദേശവുമായാണ് മേള നടക്കുന്നത്. സന്തോഷ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ 22 ടീമുകളാണ് പങ്കെടുക്കുന്നത്. 6000 പേർക്ക് ഒരേ സമയം ഇരിക്കാവുന്ന ഇരുമ്പ് ഗ്യാലറിയും മികച്ച വാഹന പാർക്കിങ്ങും ഉൾപ്പെടെ ഒട്ടേറെ സൗകര്യങ്ങളാണ് ഫുട്ബോൾ ആസ്വാദകർക്കായി സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. ഉദ്ഘാടന മത്സരത്തിന് മുന്നോടിയായി TV റിയാലിറ്റി ഷോ ഫെയിമുകളായ ദ്രൗപദി സുരേഷ്, സിത്താര ഇരിങ്ങാട്ടിരി എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച സംഗീത വിരുന്നും ഉണ്ടായിരുന്നു. തുടർന്ന് കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ KT ശ്രീനിവാസൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ KC നിയാസ്,
ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി.എ. ജലീൽ, SFA ജനറൽ സെക്രട്ടറി സലാഹുദ്ദീൻ മമ്പാട്, ട്രഷറർ യൂസഫ് കാളികാവ്, ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ KB നിസാർ, രക്ഷാധികാരികളായ കളത്തിൽ കുഞ്ഞാപ്പു ഹാജി, P. സലാഹുദ്ദീൻ, കൊപ്പത്ത് ഷെരീഫ്, കടമ്പോടൻ മൊയ്തീൻകുട്ടി, ഭാരവാഹികളായ കളത്തിൽ മുജീബ്, AV സലാം, അജ്മൽ കുക്കു, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി വർണ്ണം സുകുമാരൻ, അസീസ് ചാത്തോലി, P. ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന മത്സരത്തിൽ ലക്കി സോക്കർ കൊട്ടപ്പുറം 3-4 ഗോളുകൾക്ക് റോയൽ ട്രാവൽസ് കോഴിക്കോടിനെ പരാജയപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ തുവൂർ. വിവിധ GCC രാജ്യങ്ങളിലെ പെരിന്തൽമണ്ണ മണ്ഡലം KMCC അംഗങ്ങളുടെ ഈദ് മീറ്റപ്പ് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ KMCCയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. KMCCയുടെ പ്രവർത്തനങ്ങൾ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ കൂടുതൽ സജീവമാക്കുന്നതിന്റെ ഭാഗമായാണ് വിവിധ GCC രാജ്യങ്ങളിലെ KMCC അംഗങ്ങളുടെ ഈദ് മീറ്റപ്പ് സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് MLA ഈദ് മീറ്റപ്പ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പാർട്ടിക്ക് KMCC നൽകുന്ന പിന്തുണ വിലമതിക്കാനാവില്ലെന്നും KMCCയുടെ കയ്യൊപ്പില്ലാത്ത ഒരു സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കാണാൻ സാധിക്കില്ലെന്നും P. അബ്ദുൽ ഹമീദ് MLA പറഞ്ഞു. KMCC എന്നുള്ള 4 അക്ഷരം ഞങ്ങൾ അഭിമാനത്തോട് ഉച്ചരിക്കുന്ന 4 അക്ഷരമാണ്. മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ഒരു പോഷക സംഘടന. നാട്ടിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനാ പ്രവർത്തനത്തിന് ഊർജവും ഇന്ധനവും നൽകുന്ന ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങൾ ഈ പാർട്ടിക്ക് ഉണ്ടാക്കുന്ന മൈലേജ് ചില്ലറയല്ല. നാട്ടിൽ നടക്കുന്ന എല്ലാ നന്മയുടെ കൂടി നിങ്ങളുണ്ട്. സാമൂഹ്യ പ്രതിബദ്ധതയുടെ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ നാട്ടിൽ നടക്കുന്ന ചെറുതും വലുതുമായ മറ്റൊക്കെ തന്നെ നിങ്ങളുടെ കയ്യൊപ്പില്ലാത്ത ഒരു പ്രവർത്തനം നടത്താറുണ്ട്. ദുബായ് KMCC മണ്ഡലം സെക്രട്ടറി റിയാസ് ചെറുകര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നജീബ് കാന്തപുരം MLA മുഖ്യപ്രഭാഷണം നടത്തി. എത്ര പൊളിറ്റിക്കലാണ് നമ്മളുടെ KMCCയുടെ ഓരോ പ്രവർത്തനങ്ങളും ചെറിയ കാര്യമാണ്. അപ്പൊ ഞാൻ ഇത് പറയുന്നതിന്റെ ഒരു കാര്യം, നമ്മൾ വളരെ കടുത്ത രാഷ്ട്രീയത്തോടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഈ രാഷ്ട്രീയം, നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിന് മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയമാണ് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത്. ഒരു ഭാഗത്ത് വെറുപ്പിന്റെ രാഷ്ട്രീയം അതിഭീകരമായി നമുക്ക് നേരെ അങ്ങ് വെട്ടാൻ നിൽക്കുമ്പോൾ അതിനെ നമ്മുടെ സ്നേഹത്തിന്റെ രാഷ്ട്രീയം കൊണ്ട് പ്രതിരോധിക്കാൻ, അത് തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ തന്നെയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് AK നാസർ, ജനറൽ സെക്രട്ടറി S. അബ്ദുൽ സലാം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, നജ്മത്ത് ബഷീറ, താമരത്ത് ഉസ്മാൻ, ദുബായ് KMCC മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് സക്കീർ പാലത്തിങ്ങൽ, ഖത്തർ KMCC സ്റ്റേറ്റ് സെക്രട്ടറി സലീം നാലകത്ത്, സൗദി KMCC ലീഡർ ഷൗക്കത്ത് അലി പിലാക്കൽ, റഷീദ് കീഴ്ശ്ശേരി, ഖത്തർ KMCC മണ്ഡലം സെക്രട്ടറി ഫാസിൽ നെച്ചിയിൽ, സലീം താമരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് ലീഗ് MSF മണ്ഡലം ഭാരവാഹികളും പങ്കെടുത്തു. പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ച് മണ്ഡലം KMCCയുടെ ഓഫീസ് തുടങ്ങാൻ യോഗത്തിൽ തീരുമാനിച്ചു. വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ KMCCയുടെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കും. ലഹരിക്കും മയക്കുമരുന്നിനും എതിരെ പ്രചരണം നടത്താനും യോഗം തീരുമാനിച്ചു. ആനമങ്ങാട് മണലായ മെറ്റാലിക്ക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ എക്സൈസ് ഉദ്യോഗസ്ഥർ ക്ലാസിന് നേതൃത്വം നൽകി. ആനമങ്ങാട് മണലായ മെറ്റാലിക്ക ക്ലബ്ബ് ലഹരിക്കും മയക്കുമരുന്നിനും എതിരെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. മെറ്റാലിക്ക പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് സലാഹുദ്ദീൻ MP ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് K. രാമൻകുട്ടി, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ K. സിന്ധു എന്നിവർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ഞങ്ങളിൽ ഒരാളാണ് അവരെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. നമ്മളിപ്പോ എക്സൈസിന്റെ പോലീസിന്റെ വണ്ടി പോകും, നമ്മൾ അടുത്ത ആൾ വിളിക്കാൻ കയറി വെച്ച് ഒരു ഇൻഫർമേഷൻ കൊടുക്കുക. എന്നാലോ ഞങ്ങൾ വന്നതെന്തിനാവും? ഈ പ്രദേശത്തെ ഏതെങ്കിലും ആരോ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും ഇന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അന്വേഷിച്ച് ഇവിടെ ഇല്ല കേട്ടോ, കുറച്ച് അപ്പുറത്ത്. ഞങ്ങൾക്ക് എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വീടിന്റെ തൊട്ട് മുന്നിൽ വന്നിട്ട് പോലും അവിടെ അടുത്തുള്ള ആളെന്താ പറയാ, ഞങ്ങൾക്ക് അറിയില്ല. പറയുമ്പോ എന്താ, ഈ പറഞ്ഞ ആളുടെ വീട് അടുത്ത് തന്നെയാണ്, ഞങ്ങൾ പറഞ്ഞു കൊടുത്ത എന്തെങ്കിലും വരുമോ. പക്ഷെ നാളെ നമ്മളിലേക്ക് ആ
ക്രൈം വരികയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള വിവരങ്ങൾ, ഇത്തരത്തിലുള്ള ഡ്രഗ്സുമായി ബന്ധപ്പെട്ടൊക്കെ മുഴുവൻ വിവരങ്ങളും ഈ പറഞ്ഞു കൊടുക്കാനും അവര് വരുമ്പോ ആ സെർച്ചിനും ആ സീഷറിനും ഒക്കെ സാക്ഷിയാകാനും നിങ്ങൾ കൂട്ടായിട്ടുണ്ടാവണം. അങ്ങനെ സമൂഹം ഒന്നടങ്കം ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെയും ലഹരിക്കെതിരെയും കൂട്ടായി നിൽക്കുമ്പോൾ ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിന് ഈ ആളുകൾക്ക് ധൈര്യം ഉണ്ടാകില്ല. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇതിനെ തുടച്ചു നീക്കാൻ വേണ്ടി നമുക്ക് കഴിയും. മെറ്റാലിക്ക ക്ലബ്ബ് സെക്രട്ടറി നസറുദ്ദീൻ കോക്കാടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി ശരത് കുമാർ കുന്നത്ത്, പ്രസിഡന്റ് സാദിഖ് പുല്ലാണി, ട്രഷറർ ഹരിനാരായണൻ രത്നാകരൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി നസറുദ്ദീൻ കോക്കാടൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എൻ്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരി വിരുദ്ധ സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യും. ക്ലബ്ബ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, യുവാക്കൾ, മുതിർന്നവർ ഉൾപ്പെടെ നിരവധി പേർ ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തു. സെൻട്രൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം സംസ്ഥാനതല കൺവെൻഷൻ മുണ്ടൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. ലഹരിക്കെതിരെ പോരാടാം എന്ന പ്രമേയത്തിലായിരുന്നു കൺവെൻഷൻ. ലഹരി വിരുദ്ധ ബോധവൽക്കരണം 2025 സംസ്ഥാനതല കൺവെൻഷൻ CHRF നാഷണൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഗണേഷ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. എല്ലാ ജില്ലകളിലും ലഹരിക്കെതിരെ ബോധവൽക്കരണം ശക്തമാക്കാൻ CHRF വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. CHRF സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതാപ് ദേവ് അധ്യക്ഷനായി. ലഹരി വിപത്തിൽ നിന്ന് മക്കളെ സംരക്ഷിക്കാൻ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വവും ജാഗ്രതയും എന്ന വിഷയത്തിൽ CWC അംഗം അഡ്വക്കേറ്റ് സുന്ദരി നാരായണി ക്ലാസ് എടുത്തു. CHRF ജില്ലാ സെക്രട്ടറി നൂറു മുഹമ്മദ്, മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത MB, വിനു, വിക്ടോറിയ വിൻസെന്റ്, ഉമാദേവി K, മീനാകുമാരി, ബേബി ഗണേഷ്, മുഹമ്മദ് റാഫി എന്നിവർ പ്രസംഗിച്ചു. 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി CPI കരിമ്പ ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായി. ജില്ലാ സമ്മേളനം ജൂലൈ മാസത്തിൽ നടക്കും. സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങൾ വിശകലനം ചെയ്തുള്ള പ്രതിനിധി സമ്മേളനം, പൊതുസമ്മേളനം, പ്രകടനം എന്നിവയാണ് മുഖ്യ പരിപാടികൾ. ഇടക്കുറിശി സെന്ററിൽ UM മുരളീധരൻ നഗറിൽ ചേർന്ന പ്രകടനവും പൊതുസമ്മേളനവും CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി സുമലത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എമ്പുരാനിൽ നിറഞ്ഞു നിന്നത്. പിന്നെ എന്തിന് സിനിമയെ വിമർശിക്കണം? കേരളത്തെ എങ്ങനെയും ശ്വാസം മുട്ടിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെതെന്നും അസിസ്റ്റന്റ് സെക്രട്ടറി പറഞ്ഞു. ജില്ലാ കൗൺസിൽ അംഗങ്ങളും പാലക്കാട്, തൃശൂർ ജില്ലകളിലെ മണ്ഡല കമ്മിറ്റി അംഗങ്ങളും ചേർന്നുകൊണ്ട് ഇന്ന് തൃശൂർ ജില്ലയിൽ വെച്ച് നമ്മുടെ സംസ്ഥാന കൺവെൻഷനിൽ പങ്കെടുത്താണ് ഞങ്ങൾ വരുന്നത്. ഏറെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന CPI എന്ന പ്രസ്ഥാനത്തിന് ഇന്ന് ഞങ്ങൾ ഈ സമ്മേളനം നടത്തുമ്പോൾ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഞങ്ങൾക്ക് പറയേണ്ടത്, ഞങ്ങളുടെ പാർട്ടിക്ക് 100 വയസ്സ് പിന്നിടുകയാണ്. രാജ്യം റിപ്പബ്ലിക്കായി 75 വർഷങ്ങൾ പിന്നിടുമ്പോൾ ചരിത്രത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ഏറെ മുന്നിൽ തന്നെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ തന്നെ പൊരുതി നേടിയ ഒട്ടനവധി സഖാക്കൾ ആ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ആ പോരാട്ടത്തിന്റെ ഭാഗമായി നിന്നിട്ടുള്ള ഒരു ചരിത്രവും പാരമ്പര്യവും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. CPI ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി K രാമകൃഷ്ണൻ അധ്യക്ഷനായി. CPI ജില്ലാ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി P മണികണ്ഠൻ പൊറ്റശ്ശേരി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം P ശിവദാസൻ, P ചിന്നക്കുട്ടൻ, KVC മേനോൻ, MA ശിവൻ, MM തങ്കച്ചൻ എന്നിവർ പ്രസംഗിച്ചു. ഞായറാഴ്ച രാവിലെ ഇടക്കുറിശി മദ്രസ ഹാൾ ശ്രീകുമാരൻ നഗറിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന UGS ഗ്രൂപ്പിന്റെ കുടുംബസംഗമം ബ്രാൻഡ് അംബാസിഡറും പ്രശസ്ത സിനിമാ താരവുമായ ഭാവന ഉദ്ഘാടനം ചെയ്തു. മലയാള സിനിമാ ലോകത്തിന്റെ തറവാടായ ഒറ്റപ്പാലം വരിക്കാശ്ശേരി മനയിലായിരുന്നു കുടുംബസംഗമം.
വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ധനകാര്യ മേഖലയിൽ കേരളത്തിന് മാതൃകയായി വളരാൻ UGSന് കഴിഞ്ഞു. പ്രവർത്തനം കൊണ്ടും സാമൂഹിക പ്രതിബദ്ധതയോടെയുള്ള സേവന പ്രവർത്തനങ്ങൾ കൊണ്ടും ജനകീയമായി തീർന്ന UGS ഗ്രൂപ്പിന്റെ കുടുംബസംഗമത്തിൽ ഏറെ പേർ പങ്കാളികളായി. സ്ത്രീ ശാക്തീകരണം എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് സാമൂഹിക പ്രതിബദ്ധതയാർന്ന പ്രവർത്തനങ്ങൾക്കും സമയം കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പ്രയാണം നടത്തുന്ന UGSന്റെ ബ്രാൻഡ് അംബാസിഡർ ആവാൻ കഴിഞ്ഞതിൽ തനിക്ക് അഭിമാനമുണ്ടെന്ന് ഉദ്ഘാടനം നിർവഹിച്ച സിനിമാ താരം ഭാവന പറഞ്ഞു. തുടർന്നും UGSനോടൊപ്പം തന്റെ സഹകരണം ഉണ്ടാകുമെന്നും ഭാവന പറഞ്ഞു. എനിക്ക് തോന്നുന്നു മലയിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന കഥകളൊക്കെ വളരെ കുറവായതുകൊണ്ട് ഇപ്പോൾ പകുതിയിലധികം ഷൂട്ടും കൊച്ചിയിലൊക്കെ തന്നെയാണ്. സോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വരിക്കാശ്ശേരിയിൽ മലയിലേക്ക് വരുന്നത്. അതിന് UGS ഒരു കാരണമായി. UGSന്റെ ഫാമിലി ലീഗ് ഇത്രയും നല്ല ഒരു സ്ഥലത്ത് ഇങ്ങനൊരു ഇവന്റ് ഉണ്ട് എന്നെ അറിയിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു ഹോട്ടലിൽ ഒരു ഹാളിലായിരിക്കും എന്നാണ്. പക്ഷെ ഞാനത് ഇൻവൈറ്റ് ചെയ്യണം. എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതം തോന്നി. വരിക്കാശ്ശേരി മലയിലോ ആണോ എന്നുള്ള പോലെ. സോ വരിക്കാശ്ശേരി മലയിൽ അങ്ങനെ ഒരു ഇവന്റ് ഇതിനൊരു പുതുമ നൽകിയതിന് ആദ്യം തന്നെ UGS ഫാമിലി ലീഗിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. UGSന്റെ പുതിയ സംരംഭമായ പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ ആരംഭിക്കുന്ന പാലാട്ട് ഡയറി പ്രൊഡക്ട്സിന്റെ പാലാട്ട് മിൽക്കിന്റെ ലോഗോ പ്രകാശനവും ഭാവന നിർവഹിച്ചു. എന്നും വ്യത്യസ്തതയാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന UGS ഗ്രൂപ്പിന്റെ കുടുംബസംഗമം ഇത്തവണ വരിക്കാശ്ശേരിയിലാണ് സംഘടിപ്പിച്ചത്. ബിസിനസ്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുഴുകിയിരിക്കുന്ന തന്റെ സഹപ്രവർത്തകർക്ക് ശാന്തസുന്ദരവും പ്രകൃതി രമണീയവുമായ സ്ഥലത്ത് വർഷത്തിൽ ഒരു ദിവസമെങ്കിലും ചെലവഴിക്കാനുള്ള അവസരം ഒരുക്കണമെന്ന നിശ്ചയദാർഢ്യമാണ് വരിക്കാശ്ശേരി മന തിരഞ്ഞെടുത്തതെന്ന് UGS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു. തുടർന്ന് 2024-25 സാമ്പത്തിക വർഷത്തെ വിവിധ പദ്ധതികളിൽ കഴിവ് തെളിയിച്ച ജീവനക്കാർക്കുള്ള അവാർഡുകൾ ഭാവന വിതരണം ചെയ്തു. സുനിൽ തെക്കേതിൽ UGS അഡ്മിനിസ്ട്രേഷൻ മാനേജർ സുഹൈൽ KK, ഓപ്പറേഷൻസ് മാനേജർ രാജീവ്, സെയിൽസ് മാനേജർ ശാസ്ത പ്രസാദ്, ഷമീർ അലി, ഫിനാൻസ് മാനേജർ ഹരീഷ്, PRO ശ്യാം തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ബ്രാഞ്ച് മാനേജർമാർ, സ്റ്റാഫുകൾ തുടങ്ങിയവർ സംഗമത്തിന് നേതൃത്വം നൽകി. ഇനി കാണാം ഷോർട്ട് ന്യൂസ്. വഖഫ് ഭേദഗതി ബിൽ പാസാക്കിയതിനെതിരെയും വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം വിരുദ്ധ പരാമർശത്തിനെതിരെയും മുസ്ലിം യൂത്ത് ലീഗ് പെരിന്തൽമണ്ണയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വഖഫ് നിയമ ഭേദഗതി ബിൽ കത്തിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. ഭരണഘടനാ വിരുദ്ധമായ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മഹാറാലിയുടെ പ്രചരണാർത്ഥമാണ് യൂത്ത് ലീഗ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. വഖഫ് ഭേദഗതി ബിൽ കോപ്പി യൂത്ത് ലീഗ് പ്രവർത്തകർ കത്തിച്ചു. നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും പോസ്റ്ററുകളും കത്തിച്ച് പ്രതിഷേധിച്ചു. മലപ്പുറത്തിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശത്തിനെതിരെയും യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. മണ്ഡലം ഭാരവാഹികളായ സിദ്ദീഖ് വാഫി, KM ഫത്താഹ്, ഷെരീഫ് VT, UT മുൻഷിർ, അബ്ബാസ് തൂളിയത്ത്, സലാം മണലായ, നജ്മുദ്ദീൻ ആനമങ്ങാട്, നിസാം മാസ്റ്റർ, ഉനൈസ് കക്കൂത്ത്, റിയാസ് കട്ടുപാറ, മുഹമ്മദ് KP, മൊയ്തീൻ കുട്ടി, PT മുറത്ത്, നബീൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത സാഹചര്യത്തിൽ അഴിമതി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വല്ലപ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാംദാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സയ്യിദ് കോടനാട് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ NK അബൂബക്കർ, T സിദ്ദീഖ്, T സഹദുള്ള, അസീസ് പ്ലാച്ചിക്കോട്, യൂസഫ് കുറുവട്ടൂർ, നിസാർ വല്ലപ്പുഴ എന്നിവർ നേതൃത്വം നൽകി.
വഖഫ് നിയമ ഭേദഗതി അവകാശ ലംഘനത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന രോഷം എന്ന പേരിൽ പ്രതിഷേധ സംഗമവും പ്രകടനവും നടത്തി. പ്രതിഷേധ സംഗമം മുസ്ലിം യൂത്ത് ലീഗ് പാലക്കാട് ജില്ലാ സെക്രട്ടറി ഉനൈസ് മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കെതിരെ ഉയരുന്നു മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സൽമാൻ കൂടമംഗലം അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഭാരവാഹികളായ മാടാല മുഹമ്മദ് അലി, ഇക്ബാൽ ദുറാനി, ജിദ്ദ KMCC സെക്രട്ടറി ഹുസൈൻ കരിങ്കറ, ജില്ലാ പ്രവർത്തക സമിതി ഷുക്കൂർ ചളവറ, നിഷാദ് വാണിയപുര, റഫീഖ് ചോലയിൽ, ജാഫർ മാരായമംഗലം, ഫാസിൽ ചളവറ എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് നിയോജക മണ്ഡലം ഭാരവാഹികളായ ഷെഫീഖ് കുണ്ടടി, നിഷാദ് കീഴൂറോഡ്, മുനീർ തൃക്കടേരി, കബീർ പുളിക്കൽ, റിയാസ് തളച്ചിറ എന്നിവർ നേതൃത്വം നൽകി. ചെർപ്പളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശം പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായി ഗണപതി, അയ്യപ്പൻ ശ്രീകോവിലുകളുടെയും ക്ഷേത്ര തിരുമുറ്റത്ത് നിർമ്മിക്കുന്ന അലങ്കാര ഗോപുരത്തിന്റെയും ആധാര ശിലാസ്ഥാപന കർമ്മം ക്ഷേത്രം തന്ത്രി അണ്ടലാടി മനക്കൽ ഉണ്ണി നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. ക്ഷേത്രം മുൻ മേൽശാന്തി മോഴിക്കുന്നത്ത് അഷ്ടമൂർത്തി നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി അകത്തേക്കുന്നത്ത് ശ്യാമകൃഷ്ണൻ നമ്പൂതിരി, കീഴ്ശാന്തി വാസുദേവൻ നമ്പൂതിരി, നവീകരണ കലശ കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ P. പ്രേംകുമാർ, ജനറൽ കൺവീനർ G. സുബ്രഹ്മണ്യൻ, പ്രസിഡന്റ് P. ശ്രീകുമാർ, സെക്രട്ടറി ജയപ്രകാശ് മനവഴി, കൺസൾട്ടിംഗ് എഞ്ചിനീയർ ഹരിദാസ് പതിയിടയിൽ തുടങ്ങി കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്രം ജീവനക്കാരും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച് മോശം പരാമർശം നടത്തിയത് രാഷ്ട്രീയ മുതലെടുപ്പിനെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. CPM കേന്ദ്ര കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ പാർട്ടിയിലെ കരുത്തുറ്റ വനിതയായി മാറുകയാണ് കടമ്പഴിപ്പുറം സ്വദേശി KS സലീഖ. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കല്ലടിക്കോട് സത്രങ്കാവ് പാലത്തിൽ നടന്ന അപകടത്തിൽ മരിച്ച ആസിഫിന്റെ മൃതദേഹം ഖബറടക്കി. മണ്ണാർക്കാട് പെരുമ്പടാരി ഗോവിന്ദപുരത്ത് വീടുകളിലേക്ക് മഴവെള്ളം ഒഴുകുന്നത് തടയാൻ നടപടി സ്വീകരിക്കാത്തതിനെതിരെ താലൂക്ക് വികസന സമിതിയിൽ രൂക്ഷ വിമർശനം. ഒറ്റപ്പാലത്ത് മാരക മയക്കുമരുന്നായ മെത്താഫിറ്റമിനുമായി യുവാവ് പിടിയിൽ. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. നമസ്കാരം.